നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കുട്ടികളിലെ കാഴ്ചശക്തിയെയും അതിനെ ബാധിക്കുന്ന അസുഖങ്ങളെയും കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് കോംട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓഫ്തൽമോളജിസ്റ്റായ ഡോക്ടർ സുഗന്ധ സിൻഹ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ കുട്ടികളിലെ കാഴ്ചയെ ബാധിക്കുന്ന പല അസുഖങ്ങളുണ്ട്. പക്ഷേ ഈ നവജാത ശിശുക്കളിലെ കുട്ടികളിൽ എപ്പോഴാണ് ഒരു ടെസ്റ്റ് ചെയ്ത് നമ്മൾ സ്ഥിരീകരിക്കേണ്ടത് കുട്ടികൾക്ക് കാഴ്ച ബാധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്? അതിൻ്റെ ഐഡിയൽ ടൈം, ഒരു ഫസ്റ്റ് പരിശോധനയ്ക്ക് ഐഡിയൽ ടൈം സ്കൂളിൽ ചേർക്കാനാവുന്ന സമയത്താണ്. അതായത് LKG, UKG, കിൻഡർഗാർട്ടനിൽ ചേർക്കാനാവുന്ന സമയത്താണ് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് നടത്തേണ്ടത്. ഓക്കെ. അപ്പോൾ ഈ LKG, UKG പറയുമ്പോഴേക്കും 3-4 വയസ്സത്തോളം ആവും. അപ്പോൾ അതിന് മുൻപേ കുട്ടികൾ എന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ടോ? സാധാരണ രീതിയിൽ അത്ര ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അൺലെസ് ഒരു കോങ്കണ്ണ് അല്ലെങ്കിൽ ഫാമിലിയിൽ കാഴ്ച വൈകല്യങ്ങളുള്ള ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഹെറിഡിറ്ററി കണ്ണിൻ്റെ അസുഖങ്ങളുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് കൂടി അറിയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികൾക്ക് കഴിയുന്നത് നേരത്തെ കണ്ണിൻ്റെ പരിശോധന നടത്തേണ്ടതാണ്. ഐഡിയലി ഒരു കണ്ണാശുപത്രിയിൽ ചെന്ന് ഒരു കണ്ണിൻ്റെ ഡോക്ടറെ നിങ്ങൾ ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഓക്കെ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ മോനിക്ക് 5 വയസ്സായി. 3 വയസ്സായ കണ്ണിന് തെറ്റ് കണ്ണ് പോലെ വന്നത്. എന്താ വന്നത്? തെറ്റ് കണ്ണ്. അതെ അതെ, തെറ്റ് കണ്ണ്. 3 വയസ്സായി, 5 വയസ്സായി. 3 വയസ്സായ കണ്ണിങ്ങനെ കണ്ണിങ്ങനെ. അപ്പൊ ഞാൻ ഒരുപാട് ഡോക്ടറെ കാണിച്ച് ഒരു വ്യത്യാസം വരുന്നില്ല. ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കണ്ണിന് ഇങ്ങനെ മറിച്ച് വെക്കുക. ഓരോ 2 മണിക്കൂർ കൂടുമ്പോ ഓരോരോ കണ്ണിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വെക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഗ്ലാസ് വെക്കുന്നുണ്ട്, ഇപ്പൊ കണ്ണടയും വെക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് കോയമ്പത്തൂര് കാണിച്ചത് അവര് പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്നാ. അത് ഞാൻ പേടിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങനെ ഒട്ടിച്ച് വെക്കയില്ല. 2 മണിക്കൂർ ഒരു തരുന്ന പിറ്റേത്തെ വളർന്നു അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതില് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും. പിന്നെ തെറ്റ് കണ്ണ് നല്ലപോലെ തെറ്റ് കണ്ണ് ഉണ്ടെങ്കിൽ കണ്ണട കൊണ്ട് ഒരുവിധം നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു സ്റ്റേജ് വരെ മാത്രമേ കണ്ണട കൊണ്ട് ഒരു സഹായമുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ സ്ക്വിൻറ്റ് സ്പെഷ്യലിസ്റ്റ് ഓപ്പറേഷൻ ചെയ്യാനുള്ള അഡ്വൈസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ തെറ്റ് കണ്ണ് ഭാവിയിലും കൂടാൻ സാധ്യതയുണ്ട്. ഒരു മാക്സിമം കാഴ്ച കിട്ടാതെ നമുക്ക് കണ്ണട കൊണ്ട് തന്നെ നമുക്ക് മാനേജ് ചെയ്യാനാവുന്ന കാഴ്ച അത്ര പെർമനൻ്റ് ആയിട്ട് അവിടെ നിന്ന് പോകും. വിളിച്ചിരുന്നു, നന്ദി. ഡോക്ടർ, ഈ കുട്ടികൾക്ക് ഇപ്പോൾ കാഴ്ചയില്ല എന്ന് അവർക്ക് പറയാൻ അറിയില്ല, കണ്ണ് കാണില്ല എന്നോ അവർക്ക് അങ്ങനെ ഒരു സ്റ്റേജ് അറിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെ ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്തൊക്കെയാണുള്ളത് കാഴ്ച കുറയുന്നുണ്ടോ എന്നുള്ളതിന്? ചെറിയ കുട്ടികളിൽ അവർ കളിക്കുന്ന കളിപ്പാട്ടങ്ങളും പിന്നെ TV കാണുന്ന സമയത്ത് വളരെ അടുത്ത് പോയിട്ട് TV കാണുന്നതും കളിപ്പാട്ടങ്ങൾ വളരെ കണ്ണിൻ്റെ അടുത്ത് പിടിച്ചിട്ട് നോക്കുന്നതും അതൊക്കെയാണ് കോമൺ ആയി കാണുന്ന ലക്ഷണങ്ങൾ. ഓക്കെ. എന്തെങ്കിലും കണ്ണിന് ചൊറിച്ചലോ അല്ലെങ്കിൽ കണ്ണ് റെഡ്നെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കണ്ണിന് ചൊറിച്ചലും റെഡ്നെസ്സും വരുന്നത് ഒരു അലർജീൻ്റെ ലക്ഷണമാണ്. അലർജി വളരെ എളുപ്പത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കണ്ട് ആൻറ്റി അലർജിക് മെഡിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടതാണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ, നമുക്ക്. ഹലോ. ഡോക്ടർ നമസ്കാരം. ഞാൻ എന്റെ മകന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ചോദിച്ചോളൂ. മകന്റെ കണ്ണ് ഒരു 3-4 വർഷമുണ്ട്. അപ്പൊ അവന് 7 വയസ്സുണ്ട്. 3-4 വർഷമായിട്ട് നിരന്തരം ചുമന്ന് നടക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ കണ്ണിൽ തീള വെച്ച് പിടിച്ചിരിക്കുക. മരുന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ നല്ല റെഡ് കളർ ആയിരിക്കുക. ഞാനിപ്പോ തുടർച്ചയായിട്ട് ഇപ്പൊ ഒരു 3 മാസം കൊണ്ട് മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഉപയോഗിക്കുന്നത് പിന്നെ എറ്റഫ്രെഡ്, അതേപോലെ വിൻലോപ്പ്, പിന്നെ
പിന്നെ അതിപ്പം ഒരു മരുന്ന് ഒരു ദിവസം 3 നേരം, ഒരു മരുന്ന് ഒരു ദിവസം 2 നേരം, ഒരെണ്ണം FTTS എന്ന് പറയുന്ന ഒരു മരുന്ന് 3 നേരം അങ്ങനെ ഒഴിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ 3 വർഷം ഉപയോഗിച്ചിട്ട് അത് 3 നേരം ഉപയോഗിച്ചു, പിന്നെ 2 നേരം ഇത് ഉപയോഗിച്ചു, 1 നേരം ആക്കി. ഒരാഴ്ച കൊണ്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഡോക്ടർ ഇങ്ങനെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞ ഒരാഴ്ച ഉപയോഗിക്കായിരുന്നു. ഇപ്പൊ വീണ്ടും 2 ദിവസമായിട്ട് നല്ല റെഡാണ്. അപ്പൊ മരുന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അവന്റെ കണ്ണിൽ നല്ല ചുവപ്പ് നിറമാണ്, അതുപോലെ ചൊറിച്ചിലുണ്ട്. ഇതിപ്പം നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് സിംറ്റംസിനെ കൊണ്ട് ഞാൻ അത് ഡയഗ്നോസ് ചെയ്യുവാണെങ്കിൽ അത് ഒരു അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോലാപ്പും ജസ്റ്റിയേഴ്സ് നല്ല മരുന്നുകളാണ്. വിനോലാപ്പ് ഒരു ആൻറ്റി അലർജിക് മെഡിക്കേഷൻ ആണ്. ജസ്റ്റിയേഴ്സ് ഒരു ലുബ്രിക്കൻ്റ് ആണ്, അതായത് കണ്ണിനെ നനവ് കൂട്ടാൻ ഉള്ള ഒരു മെഡിസിൻ ആണ്. അലർജീൻ്റെ പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അത് ഓരോരോ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഈ പ്രശ്നം കൂടും. അന്നേരം നിങ്ങൾ മരുന്ന് ഉപയോഗിക്കേണ്ടതാണ്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും ഈ 7-8 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, പ്രത്യേകിച്ചും ആൺകുട്ടികൾക്ക് പുറത്ത് കൂടുതൽ കളിക്കുന്നതുകൊണ്ട്, ഈ പൊടിയൊക്കെ ഉള്ള സ്ഥലത്ത് കളിക്കുന്നതുകൊണ്ട് കൂടുതൽ കണ്ണിൻ്റെ പൊടി പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ ഈ അലർജീൻ്റെ സിംറ്റംസ് കൂടും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം പോലും നിങ്ങൾ മരുന്ന് ഉറ്റിക്കാതെ ഇരിക്കരുത്. ജസ്റ്റിയേഴ്സും വിനോലാപ്പ് ധാരാളം മതിയാണ്. അതൊരു മെയിൻ്റനൻസ് ബേസിസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അത് കണ്ണിനെ ബാധിക്കുന്ന മരുന്നുകളല്ല, നല്ല മരുന്നുകൾ തന്നെയാണ്. അതുകൊണ്ട് പ്രശ്നം വരില്ല. കാഴ്ച പരിശോധിച്ചിട്ടുണ്ടാവില്ലേ ഫസ്റ്റ് ടൈം നിങ്ങൾ ഡോക്ടറെ കണ്ടപ്പം? ചെറിയ അക്ഷരങ്ങൾ വായിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു മാസം മരുന്ന് കഴിച്ചപ്പോഴത്തേനും കുറച്ചും കൂടി ഇപ്പം വളരെ ചെറുതായിട്ടുള്ള പ്രശ്നമുണ്ട്. വളരെ ചെറുതായിട്ട് 1-2 അക്ഷരങ്ങൾ വായിക്കില്ല, ലാസ്റ്റ് വായിക്കുന്നുണ്ട്. ഈ മരുന്ന് ഇങ്ങനെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല. അത് വിനോലാപ്പും ജസ്റ്റിയേഴ്സും പ്രിസർവേറ്റീവ് ഫ്രീ ഡ്രോപ്സ് ആണ്. അതൊരു മെയിൻ്റനൻസ് ബേസിസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അത് കൂടുതൽ കാലം ഉപയോഗിച്ചാൽ തന്നെ കണ്ണിനെ ബാധിക്കുകയൊന്നുമില്ല. വിളിച്ചതിന് നന്ദി ഡോക്ടർ. മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, നമസ്കാരം. പറഞ്ഞോളൂ. നമസ്കാരം. ഡോക്ടർ, എന്റെ 2.5 വയസ്സായ മോളുടെ കണ്ണിന്റെ 2 കണ്ണിന്റെ അകത്ത് ഒരു മറുകു പോലെ 2 കറുപ്പ് കുത്തുണ്ട്. അത് ജന്മന ഉള്ളതാണ്. പിന്നെ 24 മണിക്കൂർ അവളുടെ കണ്ണ് നിറഞ്ഞ് ഇങ്ങനെ ഇരിക്കുള്ളൂ. അതെന്തുകൊണ്ടാണ്? ആ കറുത്ത കുത്ത് നിങ്ങൾ പറയുന്നത് നമ്മൾ സാധാരണ സ്കിന്നിൽ ഉണ്ടാവുന്ന കാക്കപ്പുള്ളി പോലെ തന്നെ ആയിരിക്കാം. അതിൻ്റെ സൈസ് കൂടുതൽ ഇങ്ങനെ അത് വളർന്നു വരുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടൂ. അല്ലെങ്കിൽ സാധാരണ നമ്മൾ കാണുന്ന കാക്കപ്പുള്ളി തന്നെയാണ് കണ്ണിലും അങ്ങനെ കാണാറുണ്ട്. പിന്നെ കണ്ണിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് അത് ചിലപ്പോൾ ഒരു കാഴ്ചക്കുറവിൻ്റെ ലക്ഷണമാവാം. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ ഒരു കണ്ണ് ആശുപത്രിയിലേക്ക് ചെന്ന് കണ്ണ് ടെസ്റ്റ് നടത്തുക. അഥവാ കാഴ്ചക്കുറവ് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ അനുയോജ്യമായ കണ്ണട വെച്ചിട്ട് അത് പരിഹരിക്കാനാവുന്നതാണ്. വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. എന്റെ കുട്ടിക്ക് 7 മാസമായി. അവള് ഉണ്ടായപ്പോ തന്നെ കണ്ണ് കൈകൊണ്ട് കണ്ണ് ചൊറിയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും 7 മാസമായിട്ട് ഇപ്പോഴും അത് തുടരുന്നുണ്ട്. ഡോക്ടറെ ഇവിടെ പീഡിയാട്രിഷ്യന്മാരെ കാണിച്ചിട്ട് ഒന്നും പറയുന്നില്ല. പിന്നെ ഒരു 3-4 മാസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചുമന്നു വരുന്നു. ഒരു കണ്ണിന് ഒരു പ്രാവശ്യം ഒരു കണ്ണാണ്, അടുത്ത പ്രാവശ്യം അടുത്ത കണ്ണാണ്. അല്ലാതെ തന്നെ ആ കണ്ണിന് ചുറ്റിലുള്ള ചുമപ്പാണ്. ഇപ്പോഴും കണ്ണ് ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്തായിരിക്കും ഡോക്ടർ അങ്ങനെ? അത് നിങ്ങൾ ഇതുവരെ ഒരു കണ്ണാശുപത്രിയിലേക്ക് പരിശോധിച്ചിട്ടില്ലേ? കണ്ണാശുപത്രി കാണിച്ചില്ല, പീഡിയാട്രിഷ്യൻ മാത്രം കണ്ടിട്ടുള്ളൂ. ഒരു ഓഫ്തമോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ഒരു അലർജിക് സിംറ്റംസ് ആണ് നിങ്ങൾ പറയുന്നത്. കണ്ണിന് ചുറ്റും ചുവപ്പും കണ്ണ് ചൊറിച്ചിലും അതും ഈ വേനൽക്കാലത്തിൽ കൂടുന്ന ഒരു അസുഖമാണ്. കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുതൽ പോളൻ കൂടുതൽ ഉണ്ടാവുന്ന സമയത്താണ് കണ്ണിന് ചൊറിച്ചിലും കണ്ണിന് ചുവപ്പൊക്കെ ഉണ്ടാവുന്നത്. അലർജിക് സിംറ്റംസ് കൂടുന്ന സമയമാണ് ഈ വേനൽക്കാലം. അപ്പം ഒരു ഓഫ്തമോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾ അതിൻ്റെ അനുയോജ്യമായ ഡ്രോപ്സും മരുന്നുകൾ ഉപയോഗിക്കേണ്ടതാണ്. ഒരു ഓഫ്തമോളജിസ്റ്റ് ആണ് ഇതിനെ ഡയഗ്നോസിസ് ചെയ്യുക. വിളിച്ചതിന് നന്ദി.
ഡോക്ടർ ലൈവിൽ ഒരിടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഈ കുട്ടികളെ ബാധിക്കുന്ന സാധാരണ അസുഖങ്ങൾ എന്തൊക്കെയാണ്? കണ്ണുകളെ ബാധിക്കുന്ന കുട്ടികളെ കണ്ണുകൾ ബാധിക്കുന്ന സാധാരണ നമ്മൾ കണ്ടുവരുന്ന അസുഖങ്ങൾ അലർജിയാണ്. പിന്നെ റിഫ്രാക്റ്റീവ് എറർ, അതായത് നമ്മളെ കണ്ണട കൊണ്ട് ശരിയാക്കാൻ പറ്റുന്ന ഒരു കാഴ്ചക്കുറവിനാണ് റിഫ്രാക്റ്റീവ് എറർ എന്ന് പറയുന്നത്. അത് വളരെ കോമൺ ആയി കാണാറുണ്ട്. അതിൻ്റെ ചില സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാംസ് ആയിട്ട് നമ്മളത് നടത്താറുണ്ട്. ഗവൺമെൻറ് സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്, ലോക്കൽ സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ തന്നെയാണ് നമ്മൾ ഈ കോമൺ ആയിട്ടുള്ള കാണുന്ന കാഴ്ചക്കുറവും അലർജിക് പ്രശ്നങ്ങളും തെറ്റ് കണ്ണ് ഇതൊക്കെയാണ് നമ്മൾ ആ സ്ക്രീനിങ് പ്രോഗ്രാംസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാമോ? കുട്ടികൾക്കും വലിയവർക്കും കണ്ണിനെ ടെസ്റ്റ് ചെയ്യുന്ന വേറെ വേറെ രീതിയാണ്. വായിക്കാൻ പ്രായമുള്ള കുട്ടികളും വിദ്യാർത്ഥികളും പിന്നെ വലിയവർക്കും ഒരു പ്രത്യേക ദൂരത്ത് വെച്ച് അക്കങ്ങളും അക്ഷരങ്ങളും വായിപ്പിച്ചിട്ട് നമ്മൾ ഒരു ചാർട്ടിൽ വായിപ്പിച്ചിട്ട് വേണം നോക്കാറ്. പിന്നെ അതിൽ എന്തെങ്കിലും വായിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കാഴ്ച കുറവാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ അതിൻ്റെ അനുയോജ്യമായ കണ്ണടകൾ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിനേക്കാൾ ചെറിയ കുട്ടികൾക്ക്, അതായത് ശിശുക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, 2-3 വയസ്സായ കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് ഉണ്ടോ ഇല്ലയോ നമ്മൾ അറിയാൻ മാർഗം ഈ കണ്ണിൽ കൃഷ്ണമണി വികസിച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ ടെസ്റ്റുകൾ വേറെ ഉപയോഗങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മരുന്ന് ഒഴിച്ചിട്ട് കണ്ണിൻ്റെ കൃഷ്ണമണി വികസിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ഒക്കെ നടത്താറ്. അതും ചില കുട്ടികൾക്ക് ഈ തെറ്റ് കണ്ണും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കളേഴ്സൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ളതൊക്കെ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? കളേഴ്സ് റെക്കഗ്നൈസ് ചെയ്യാത്ത ബുദ്ധിമുട്ടിന് കളർ ബ്ലൈൻഡ്നെസ് ആണ് പറയുന്നത്. അത് യൂഷ്വലി കുറച്ച് വലിയ പ്രായമാകുമ്പോഴാണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതും പലപ്പോഴും ഈ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതിനു മുമ്പേ ചില പേഷ്യൻസ് അത് അറിയുന്ന പോലും ഇല്ല അവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടെന്ന്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഹരികൃഷ്ണൻ, ചാലക്കുടി മട്ടിക്കുന്നു. ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ പറയൂ. ഹലോ മാഡം, മകൾക്ക് വേണ്ടിട്ട് പറയണമെന്നാണ് ചോദിക്കുന്നത്. അത് ആദ്യം സ്കൂളിൽ പഠിക്കുമ്പോ ബോർഡിൽ എഴുതണം. പറഞ്ഞോളൂ. ബോർഡിൽ എഴുതുന്നൊന്നും വായിക്കാൻ പറ്റാതിരുന്നില്ല. അന്നപ്പോ കണ്ണട ടെസ്റ്റ് നടത്തി കണ്ണട വെച്ചു. ടെസ്റ്റ് നടത്തി കണ്ണട വെച്ചിട്ടേ കണ്ണട വെച്ചിട്ടും അത് ക്ലിയർ ആവുന്നില്ല. അത് ചിലതും ഫുള്ളായിട്ട് ക്ലിയർ ആവുന്നില്ല. അപ്പൊ വേറെ എന്താ അതിന്റെ കണ്ണട വെച്ചിട്ടും ബോർഡിൽ എഴുതുന്ന വായിച്ചിട്ട് ക്ലിയർ ആവുന്നില്ല. ഇത് എത്ര വയസ്സാണ്? അവര് അവിടെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബോർഡിൽ വെച്ചിട്ട് അതിന്റെ ഏറ്റവും അടിയിൽ അതൊന്നും വായിക്കാൻ പറ്റുന്നില്ല. എത്ര പ്രായമുണ്ട്? 14 വയസ്സ്. 14 വയസ്സ്. കണ്ണട വെച്ചിട്ടും അടിയിലത്തെ അക്ഷരങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല എന്നാ പറയുന്നത്? ഏകദേശം എത്ര ആയിരിക്കും കണ്ണട പവർ? ഓക്കെ, കാരണം കുറച്ച് ഹൈ പവറുള്ള റിഫ്രാക്റ്റീവ് എററിന് അധികം പേർക്ക് ലാസ്റ്റ് വരെ വായിക്കാൻ സാധിക്കണമെന്നില്ല. പക്ഷേ കണ്ണട വെക്കേണ്ടതാണ്. ഈ പ്രായത്തിൽ നമുക്ക് കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കണ്ണടയിൽ കിട്ടുന്ന മാക്സിമം കാഴ്ചയിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് തുടരേണ്ടതാണ്. ലാസ്റ്റ് വരെ കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചെറിയ അക്ഷരം വായിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ ക്ലാസ് ടീച്ചറിന് റിക്വസ്റ്റ് ചെയ്തിട്ട് കുട്ടീനെ കുറച്ച് മുന്നിലത്തെ ബെഞ്ചിൽ ഇരുത്താനൊക്കെ ശ്രമിക്കുക. എങ്ങനെ? എന്തുകൊണ്ടാണ് കാഴ്ചക്കുറവ്? ഇത് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കുന്നത് റിഫ്രാക്റ്റീവ് എററാണ്. റിഫ്രാക്റ്റീവ് എററിൽ ചില കുട്ടികൾക്ക് മൈനസ് പവർ അല്ലെങ്കിൽ പ്ലസ് പവർ അല്ലെങ്കിൽ ആസ്റ്റിഗ്മാറ്റിസം, അതായത് സിലിണ്ടറിക്കൽ പവർ ഉണ്ടാകും. അതിൽ
നേരത്തെ തന്നെ കണ്ണട വെച്ചിട്ടില്ലെങ്കിൽ ഒരു സബ്നോർമൽ വിഷനാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ആ ഫുൾ ചാർട്ടിൽ ലാസ്റ്റ് 2 വരിയോ 3 വരിയോ നമുക്ക് ചിലപ്പോൾ വായിക്കാൻ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു കോളും കൂടി ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. മോൾക്ക് 10 വയസ്സായി. കണ്ണ് കടിക്കുക, കണ്ണ് മുക്ക് കടിക്കുക, അതാണ് പ്രശ്നം. കുറച്ച് നാളായി തുടങ്ങിയിട്ട്. കണ്ണ് ചൊറിച്ചലും. കണ്ണ് ചൊറിച്ചിലാണ്. ചൊറിച്ചില് എന്നിട്ട് തുറക്കും, കണ്ണ് തിരുമ്പുമ്പോ നിറയെ ചുവന്ന് വരും, മുക്കും കടിക്കും. അപ്പം ഇത് എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഇല്ല, കാണിച്ചിട്ടില്ല. ഇപ്പൊ കുറച്ച് നാളായിട്ടാ തുടങ്ങിയത്. പ്രാവശ്യം പനി വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞിരുന്നു ഞാൻ ഉണ്ടെന്ന്. അപ്പൊ കണ്ണ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഡ്രോപ്പ് കൊടുത്തിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും, പിന്നെ ഇത് തന്നെ വരും. എന്താന്നറിയില്ല. ഈ ഇപ്പോഴാണ് ഈ വേനൽക്കാലം തുടങ്ങിയപ്പോഴാണ് ഇത് തുടങ്ങിയത് പ്രശ്നം? ഇല്ല, കുറച്ച് അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. 1-2 മാസമായിട്ടുണ്ടാവും ഇപ്പൊ തുടങ്ങിയിട്ട്. ഇത് ഒരു അലർജീന്റെ സിംറ്റംസ് ആണ് നിങ്ങൾ പറയുന്നത്. ഇപ്പൊ ഒറ്റിക്കുന്ന ഡ്രോപ്സിന്റെ പേര് അറിയാമോ? ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഓരോ ഓഫ്തമോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ്. കാരണം അലർജീന്റെ സിംറ്റംസ് കൂടാതിരിക്കാൻ നമുക്ക് വേണ്ട മരുന്നുകളുണ്ട്. അപ്പം അതിന്റെ സ്യൂട്ടബിളായ മരുന്നുകൾ ഉപയോഗിച്ചാൽ ഈ അലർജീന്റെ സിംറ്റംസ് കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് കണ്ണ് ബ്ലറായി കാഴ്ച പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മൾ കൃഷ്മണി വികസിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തുള്ളിമരുന്ന് കൊണ്ടാണ്. അത് വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് കുറച്ച് നേരം ഒരു മങ്ങലുണ്ടാവും. അത് നമ്മൾ കൃഷ്മണി വികസിക്കുന്ന മുമ്പ് പേഷ്യൻസിനോട് ഇൻഫോം ചെയ്യാറുണ്ട്. കണ്ണിന് ഒരു മങ്ങിപ്പുണ്ടാവും. അതുകൊണ്ട് പേടിക്കാൻ മാത്രമൊന്നുമില്ല. ഈ വെളിച്ചത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കണ്ണിന് വേദന അല്ലെങ്കിൽ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, അതൊക്കെ ഏതെങ്കിലും അസുഖത്തിന്റെ ലക്ഷണമാണോ? ഇല്ല, അത് വളരെ സാധാരണമാണ്. അധികം കൂടുതൽ വെയിലിൽ ഇറങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയ പ്രകാശത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് കണ്ണ് കാണാതാവുന്നത് വളരെ നോർമലാണ്. കുട്ടികളിൽ കൂടുതലായി തലവേദന കണ്ടുവരുന്നുണ്ട്. ഇത് കണ്ണിനെ ബാധിക്കുന്ന എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാണോ അതോ ന്യൂറോ അസുഖങ്ങൾ എന്തെങ്കിലും ആണോ? തലവേദന സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടി തലവേദന പറയുവാണെങ്കിൽ കണ്ണിൻ്റെ ടെസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. റാദർ ദാൻ നമ്മൾ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ആണെന്നുള്ള ആ ഭാഗത്തേക്ക് പോവാതെ ഫസ്റ്റ് ഒരു ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനാവുന്നത് ഒരു കണ്ണിൻ്റെ റിഫ്രാക്റ്റീവ് എറർ ആണ്. അതിന് ഒരു സിമ്പിളായ ഒരു വിഷൻ ടെസ്റ്റ് നടത്തിയാൽ നമുക്കത് അറിയാൻ പറ്റും. അഥവാ എന്തെങ്കിലും കാഴ്ച കുറവുണ്ടെങ്കിൽ അതിന് വേണ്ട കണ്ണട നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ തലവേദന പരിഹരിക്കാൻ കഴിയും. കോൾ ഉണ്ടോ ഡോക്ടർ? നമുക്ക് ഹലോ ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് ബിജോ. ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ഈ കുഞ്ഞിന്റെ കണ്ണിലെ ഒരു കണ്ണിലെ ചുമന്ന് കീളയെല്ലാം കിട്ടി അതിന്റെ അറിയില്ല. എത്ര ദിവസമായി? ഇപ്പൊ 3-4 ദിവസമായി. ഇപ്പൊ കണ്ണടഞ്ഞിരിക്കുക. അതെയോ? നല്ലോണം മൂടി കിടക്കുന്നുണ്ടോ? ചെറിയ കുഞ്ഞിയാണ്? 1.5 വയസ്സല്ലേ? അപ്പം നിങ്ങൾ ഉടനെ തന്നെ ഒരു ഓഫ്തമോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാണ്. കാരണം നല്ല പീളകെട്ടലും ഇത്രയും മൂടിക്കെട്ടപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻഫെക്ഷൻ ആയിരിക്കാം, ഒരു അണുബാധ. അപ്പം അത് ഉടനെ തന്നെ ചികിത്സിക്കേണ്ടതാണ്. മരുന്ന് കഴിച്ചിട്ട് 1-2 ദിവസം കൊണ്ട് തീരെ വ്യത്യാസം ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഓഫ്തമോളജിസ്റ്റിനെ വീണ്ടും കാണിക്കേണ്ടതാണ്. എങ്ങനെ? പകരുന്ന രോഗമാണോ? ഇത് പകർന്നതായിരിക്കാം. കൺജങ്ക്റ്റിവൈറ്റിസ് ആണെങ്കിൽ വൈറലും ബാക്ടീരിയൽ കൺജങ്ക്റ്റിവൈറ്റിസ് പകർന്ന രോഗമാണ്. അപ്പം കണ്ണ് കഴുകുന്നതിന് എന്തെങ്കിലും പ്രശ്നം? കണ്ണ് കഴുകുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. സാധാരണ പോലെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യാം. കഴുകുന്നതിന് പ്രശ്നമൊന്നുമില്ല. മരുന്ന് കൃത്യമായിട്ട് ഉറ്റിക്കേണ്ടതാണ്. പക്ഷെ വിളിച്ചതിന് നന്ദി.
ഡോക്ടർ, ഈ കുറഞ്ഞ വെളിച്ചത്തിൽ വായിക്കുന്നത് കൊണ്ട് കണ്ണിന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? ഒരു മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ ശരി, വലിയ ആൾക്കാരാണെങ്കിൽ ശരി, മങ്ങിയ വെളിച്ചത്തിൽ വായിക്കുന്നത് നല്ലതല്ല. കണ്ണിന് ഒരു സ്ട്രെയിൻ ഉണ്ടാവും. കൂടുതൽ നേരം അങ്ങനെ മങ്ങിയ വെളിച്ചത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രെയിൻ ഉണ്ടാവും. ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ കളിക്കാൻ കൊടുക്കുന്നത് മൊബൈൽ ഫോണും ഐപാഡുകളും ടാബ്ലറ്റ്സ് ഒക്കെയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ കണ്ണിന് അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ഭാവിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? അത് ഡിസ്കറേജ് ചെയ്യേണ്ടതാണ്. കഴിയുന്നത്ര അത് ഡിസ്കറേജ് ചെയ്യേണ്ടതാണ്. കൂടുതൽ നേരം ഐപാഡും മൊബൈലൊക്കെ ഉപയോഗിക്കുന്നത് ഡിസ്കറേജ് ചെയ്യേണ്ടതാണ്. കാരണം അത് ഭാവിയിൽ കുട്ടികളുടെ കാഴ്ചയ്ക്ക് ഹാനികരമായിരിക്കാം. ഓക്കെ. ഈ ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് ഇതൊക്കെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ഷോർട്ട് സൈറ്റ് എന്ന് പറയുന്നത് മയോപ്പിയാണ്. മൈനസ് പവർ ഗ്ലാസസിൻ്റെ ഒരു അസുഖമാണ്. ഫാർ സൈറ്റഡ്നെസ് അതായത് പ്ലസ് പവറിൻ്റെ പ്രശ്നമാണ്. അത് ദേ ആർ ബോത്ത് റിഫ്രാക്റ്റീവ് എറേഴ്സ്. റിഫ്രാക്റ്റീവ് എറർ ആണെങ്കിൽ അതിൻ്റെ സ്യൂട്ടബിളായ കണ്ണട വെച്ചിട്ട് അത് പരിഹരിക്കാം. ഓക്കെ. ഇത് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ലോങ് സൈറ്റ് ആണോ ഷോർട്ട് സൈറ്റ് ആണോ? പാരൻസിന് നമ്മൾ ടെസ്റ്റിന് മുൻപേ തന്നെ അങ്ങനെ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് പാരൻസിന് തിരിച്ചറിയാൻ സഹായിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണ്? അതിന് സിംറ്റംസ് കുട്ടി ഫാർ സൈഡഡ്നെസ് ഉണ്ടെങ്കിൽ, അതായത് പ്ലസ് പവറിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടിക്ക് അടുത്തും ദൂരേക്കും നോക്കാൻ കഴിയില്ല, ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. നിയർ സൈറ്റഡ്നെസ് ഉണ്ടെങ്കിൽ കുട്ടിക്ക് അടുത്തുള്ള സാധനങ്ങൾ വളരെ ക്ലിയർ ആയി കാണും, പക്ഷേ കുറച്ച് ദൂരത്തേക്ക് കാണില്ല. ഓക്കെ. എന്തെങ്കിലും പ്രത്യേക ഡയറ്റ് കുട്ടികളുടെ കണ്ണിനെ കാഴ്ചയ്ക്ക് സഹായിക്കുന്നുണ്ടോ? ഒരു ബാലൻസ്ഡ് ഡയറ്റ് എപ്പോഴും നല്ലതാണ്. ജനറൽ ഹെൽത്തിന് വേണ്ടിയിട്ടും നമ്മുടെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടും ധാരാളം വിറ്റമിൻ എ ഉള്ള പച്ചക്കറികൾ, പഴങ്ങളൊക്കെ ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ഡോക്ടറിന് സമയം ഇവിടെ പൂർണ്ണമായി. കുട്ടികളുടെ കാഴ്ചശക്തിയും ബാധിക്കുന്ന രോഗങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.